അടുത്തിടെ രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് കമ്പനികളിലൊന്നായ ടാറ്റ ഗ്രൂപ്പിന്റെ തലവൻ രത്തൻ ടാറ്റയുടെ വിൽപത്രം പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹം 10,000 കോടിയിലധികം മൂല്യമുള്ള തന്റെ സ്വത്തിന്റെ ഒരു പ്രധാന ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനും ഏഷ്യയിലെ ഏറ്റവും ധനികനായ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഫൗണ്ടേഷനും വലിയ രീതിയിൽ ചാരിറ്റി പ്രവർത്തനം നടത്താറുണ്ട്. എങ്കിലും രാജ്യത്തെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യവസായി ടാറ്റയോ അംബാനിയോ അല്ല. ഇന്ത്യയിലെ സമ്പന്നന്മാർക്ക് ഇടയിലെ മനുഷ്യസ്നേഹി ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ് എന്ന HCL ടെക്നോളജി സ്ഥാപകൻ ശിവ് നാടാറാണ്. ശതകോടീശ്വരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേരുകളാണ് മുകേഷ് അംബാനിയും ഗൗതം അദാനിയും. എന്നാൽ ഇപ്പോൾ ചർച്ചയാവുന്നത് ഇവരുടെ പേരല്ല, ശിവ് നാടാറാണ്. ശതകോടീശ്വരന്മാരായ മുകേഷ് അംബാനിയെയും ഗൗതം അദാനിയെയും കടത്തിവെട്ടി മുന്നിലെത്തിയിരിക്കുകയാണ് HCL ടെക്നോളജി സ്ഥാപകൻ ശിവ് നാടാർ. ഈ വർഷം മാത്രം അദ്ദേഹത്തിന്റെ ആസ്തി $10.5 ബില്യൺ വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് ശതകോടീശ്വരന്മാരുടെ ഒരു വർഷത്തെ സമ്പാദ്യത്തേക്കാൾ വലുതാണിത്. സമ്പന്നരുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ബ്ലൂംബർഗ് ബില്യണർ ഇൻഡെക്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. HCLന്റെ ആകെ ഓഹരികളിൽ നിന്ന് 33% 2024 വർദ്ധിച്ചത്. കമ്പനിയിൽ ശിവ് നാടാറിനും കുടുംബത്തിനും മാത്രം 61% ഓഹരിയുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ആകെ സമ്പാദ്യത്തിന്റെ ആകെ 85% വരും. ഇതുകൂടാതെ നാടാറിന്റെ കുടുംബത്തിന് HCL ഇൻഫോസിസ്റ്റത്തിലും 63% ഓഹരി അധികമായുണ്ട്. ഇന്ത്യയിലെ അതിസമ്പന്നനായ മൂന്നാമത്തെ വ്യക്തിയാണ് ശിവ് നാടാർ. മുൻ വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ആസ്തി $44.4 ബില്യൺ ആയിരുന്നു. അതിൽ നിന്നാണ് ഒരു വർഷം കൊണ്ട് $10.5 ബില്യൺ വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഈ വിവരങ്ങൾ ശിവ് നാടാർ തന്നെയാണ് പങ്കുവച്ചത്. പിന്നാലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സമ്പന്നരും അവരുടെ ഈ വർഷത്തെ ആസ്തി പങ്കുവച്ചിട്ടുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ ഭാരതി എയർടെലിന്റെ സ്ഥാപകനായ സുനിൽ മിത്തലിന് ആസ്തി $9.5 ബില്യൺ ആണെന്നും സൺഫാർമയുടെ ദിലീപ് ഷാങ്വി സമ്പത്ത് $7.9 ബില്യൺ ആണെന്നും പങ്കുവച്ചു. അതേസമയം ഈ വർഷം റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിക്കും അദാനി ഗ്രൂപ്പ് ഉടമ ഗൗതം അദാനിക്കും തിരിച്ചടിയാണ് ഉണ്ടായത്. ഈ വർഷം മുകേഷ് അംബാനിക്ക് $96.7 ബില്യൺ ഗൗതം അദാനിക്ക് $82.1 ബില്യൺ ആസ്തി. ബ്ലൂംബർഗ് ബില്യണർ ഇൻഡെക്സ് പ്രകാരം ജൂലൈയിൽ മുകേഷ് അംബാനിയുടെ ആസ്തി $120.8 ബില്യൺ ആയിരുന്നു. അത് ഡിസംബർ ആയതോടെ $96.7 ബില്യൺ ആയി കുറഞ്ഞു. കൂടാതെ ഗൗതം അദാനിയെ സംബന്ധിച്ച് വിപണിയിലെ ചാഞ്ചാട്ടവും US അന്വേഷണം പ്രഖ്യാപിച്ചതും വെല്ലുവിളിയായി മാറുകയായിരുന്നു. ഇതോടെ അദാനിയുടെ ജൂണിലെ $122.3 ബില്യൺ നിന്ന് $82.1 ബില്യൺ ആയി കുറയുകയായിരുന്നു. ഇതുകൂടാതെ ഹുറൂൺ ഇന്ത്യയുടെ 2024 ഇന്ത്യയിലെ മികച്ച 10 മനുഷ്യസ്നേഹികളുടെ പട്ടിക പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ സമ്പത്ത് സംഭാവന ചെയ്ത വ്യവസായി ശിവ് നാടാറാണ്. കഴിഞ്ഞ വർഷവും ഈ പട്ടികയിൽ അദ്ദേഹം 1-ാം സ്ഥാനത്തായിരുന്നു. ശിവ് നാടാറും കുടുംബവും ഈ വർഷം 2153 കോടി രൂപയാണ് ചാരിറ്റിക്കായി സംഭാവന ചെയ്തത്. തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ് ഇന്ന് ലോകമെമ്പാടും എത്തിയ ഒരു സ്ഥാപനത്തിന്റെ തലവനായി ശതകോടീശ്വരനായി മാറിയത്. 1945 ജൂലൈ 14 തൂത്തുക്കുടി ജില്ലയിലെ മൂലൈപ്പൊഴി ഗ്രാമത്തിൽ ഒരു തമിഴ് ഹിന്ദു കുടുംബത്തിലാണ് ശിവ് നാടാർ ജനിച്ചത്. മന്ത്രവാദി എന്ന അർത്ഥമുള്ള മാഗസ് എന്ന പേരിലാണ് നാടാർ ബിസിനസ് വൃത്തങ്ങളിൽ അറിയപ്പെടുന്നത്. ശരിക്കും തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന ഒരു മാന്ത്രികൻ തന്നെയായിരുന്നു അദ്ദേഹം. നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ് എന്ന ചോദ്യത്തിന് ശിവ് നാടാർ പറഞ്ഞത് ഭാഗ്യവും കഠിനാധ്വാനവും എന്നായിരുന്നു. അത് എല്ലാവരും പറയുന്നത് പോലെ വെറും വാക്കായിരുന്നില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ പല പോളിസികളും ഈ സംരംഭകന് തുണയായി മാറിയിട്ടുണ്ട്.